പാതകൾ പരിതാപം. ഇത് പെരിഞ്ഞനം പഞ്ചായത്ത് റോഡുകൾ. എത്രയെത്ര പ്രതിഷേധങ്ങൾ. വാഹനയാത്ര എന്ന പോലെ കാൽനടയാത്രയും സാധ്യമല്ലാതായ പെരിഞ്ഞനം പഞ്ചായത്തിലെ കൊറ്റംകുളം വാട്ടർ ടാങ്ക് റോഡ്. കൊറ്റംകുളം വികാസ് നഗർ മുതൽ വാട്ടർ ടാങ്ക് വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായിട്ട് 1 വർഷത്തിലേറെയായി. കോൺഗ്രസും BJPയും ഉൾപ്പെടെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ ഭരണപക്ഷ സഹയാത്രികരായ പ്രബുദ്ധരായ നാട്ടുകാർ കൊടിയുടെ നിറം നോക്കാതെ അണിനിരന്നിട്ടും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസിന്റെ വാർഡിലും റോഡുകൾ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ്. 3-ാം വാർഡിലെ പഞ്ചാരവളവിൽ നിന്ന് 3 പീടിക ബീച്ച് റോഡിലെ നിസ്കാരത്തട്ട് വരെയുള്ള റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ട് 2 വർഷത്തിലേറെയായി. പെരിഞ്ഞനം സെന്ററിൽ നിന്ന് പെരിഞ്ഞനം ബീച്ച് റോഡിൽ പഞ്ചാരവളവ് വരെയും റോഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിർദ്ദിഷ്ട ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായും ജൽജീവൻ മിഷൻ ശുദ്ധജല പൈപ്പിന് വേണ്ടി പൊളിച്ചതും റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇതുവരെ റോഡ് അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടില്ല. ഓരോ മഴയിലും ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിന് മുമ്പിൽ മഴവെള്ളം റോഡ് നിറഞ്ഞൊഴുകി പരിസരത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് പഞ്ചായത്ത് റോഡല്ല, PWD റോഡാണ്. എന്നിരുന്നാലും ഉത്തരവാദിത്വത്തിൽ നിന്ന് പഞ്ചായത്തിന് എങ്ങനെ ഒഴിഞ്ഞുമാറാനാകും എന്ന ചോദ്യം പ്രസക്തമാണ്. 4-ാം വാർഡ് അതിര് പങ്കിടുന്ന വാർഡ് 12-ലെ തോണിക്കുളം റോഡ്, വാർഡ് 14-ൽ പത്രമുക്ക്, നെടുമ്പറമ്പ് ഭാഗത്തെ റോഡും ഗതാഗത സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. എത്രയും വേഗം പ്രസ്തുത റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് സഞ്ചാരയോഗ്യമാക്കാൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്ന പൊതുജന താൽപര്യത്തിനൊപ്പമാണ് പ്രാദേശിക വാർത്തകളും.